തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. ആരാ മനസ്സിലായില്ല? കാർത്തുമ്പി. ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. താരകം കണ്ടുറന്നു. കിലുകിലുക്കാൻ ചെപ്പുകളെ ഓമനക്കുരുന്നുകളെ ഓടി ഓടി വന്നാട്ടെ. സമ്മാനം വേണ്ടേ പൊന്നുമ്മ വേണ്ടേ ഓടി ഓടി വന്നാട്ടെ. കിലുകിലുക്കാൻ ചെപ്പുകളെ ഓമനക്കുരുന്നുകളെ ഓടി ഓടി വന്നാട്ടെ. സമ്മാനം വേണ്ടേ പൊന്നുമ്മ വേണ്ടേ ഓടി ഓടി വന്നാട്ടെ. ഓ ജൂജു ജൂജു ജൂ അജൂജു ജൂജു ജൂ അജൂജു ജൂജു 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 ജൂ. Hello everyone. Say hi. Papaya ice cream Katturumba Kurthakeda Unlimited powered by Sumix Kitchen, co-powered by Fruitermans. ഇന്ന് എന്താണ്? ക്രിസ്മസ്. ക്രിസ്മസിന് എല്ലാവരും ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്. അപ്പൊ ക്രിസ്മസ് ആയിട്ട് ഞങ്ങൾ ഭയങ്കര അടിച്ചു പൊളിക്കും ഇല്ലേ? ഞങ്ങൾ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി, പുൽക്കുടലുണ്ടാക്കി, ദേ ഇപ്പൊ കേക്ക് ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സർപ്രൈസ് ആണ്. ആർക്കാണ്? ശ്വേത ചേച്ചി. ഓക്കെ, അതൊക്കെ പറ. ഹലോ, മെറി ക്രിസ്മസ്. ഓ ബലി, എന്തത്? ഒന്നുമില്ല. എന്താണ്? എന്താ? ഞങ്ങൾ ഇപ്പൊ വരാതെ എടുത്തിട്ട് ഹലോ ഹലോ. ഓടിക്കോ രക്ഷപ്പെട്ടോ. അയ്യോ ഓടിക്കോ. പേർലിക്കും വേണ്ടിയും പിന്നെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാനൊരു സർപ്രൈസ് ഒരുക്കി വെച്ചിട്ടുണ്ട്. എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ഇന്ന് നമ്മൾ എല്ലാവരുടെയും കൂടെ ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടി അക്കരേന്ന് US വന്നിട്ടുണ്ട്. എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ദിവ്യ ഉണ്ണി. ലെറ്റ്സ് വെൽക്കം ദി മോസ്റ്റ് ഗോർജിയസ് ഗേൾ.
Merry Christmas. Merry Christmas. ഇത്ര വലിയ honor ആണ് to have you calling me on stage. No, you are like most beautiful. ഞാൻ എപ്പോഴും US-ൽ പോകുമ്പോൾ ദിവ്യനെ കാണാൻ just couple of months back ഞാൻ ഹ്യൂസ്റ്റൺ വെച്ച് കണ്ടിട്ടേ ഉള്ളൂ. അതെ. ദിവ്യ, ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ US ലൈക്ക് അത് ഭയങ്കര സെലിബ്രേഷൻ ആണ്. എന്തെങ്കിലും ഒരു നമ്മളുടെ കൂടെ ലൈക്ക് എനി ഓഫ് യുവർ ക്രിസ്മസിലെ മെമ്മറീസ്? ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള മെമ്മറീസ് ചേച്ചി, ഈ പിള്ളേരെല്ലാവരും അവരുടെ ഫിംഗർ മുക്കിയിട്ട് പെയിന്റിൽ മുക്കിയിട്ട് അവർ ഈ ക്രിസ്മസ് ഓർണമെന്റ്സ് ഉണ്ടാക്കി നമുക്ക് കൊണ്ടുതരും. ഞാൻ സ്കൂളിൽ ഒരു ട്രീ വെക്കും, പക്ഷെ അവരെല്ലാ ഓർണമെന്റ്സും പിള്ളേരുണ്ടാക്കിയതായിരുന്നു വൺ ടൈം. സോ അതിന്റെ കളക്ഷൻ ഉണ്ട് എനിക്ക്. അത് നല്ലൊരു മെമ്മറിയാണ്. ക്രിസ്മസ് ഓർണമെന്റ്സ് ഇസ് സംതിങ് ഡിഫറെന്റ്. വന്നു. അയ്യോ ഇത് അയ്യോ ഞാനൊരു സർപ്രൈസ് ഉണ്ടാക്കുമായിരുന്നു. ചായ കൊടുത്തായിരുന്നോ? അതിന് വന്ന് ആദ്യം ചായ ഉണ്ടാക്കി കൊടുക്കണ്ടേ? വെളിയുടെ കയ്യിന് ഭയങ്കര ചോക്ലേറ്റിന്റെ മണം. അതെന്താ? അത് ഞാൻ പറയാ സർപ്രൈസ്. എനിക്ക് സർപ്രൈസ് തരാൻ വേണ്ടിട്ട് കേക്ക് ഉണ്ടാക്കണ്ടായിരുന്നു. അത് ഞാൻ കണ്ടുപിടിച്ചു. പക്ഷെ പേളിക്ക് ഞാനൊരു സർപ്രൈസ്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ആക്ട്രസ് ആണ്. ഒത്തിരി 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 ഇഷ്ടമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഓ മൈ ഗോഡ്, അയ്യോ എൻ്റെ മമ്മി ഈ സീൻ കണ്ടാൽ ഭയങ്കര ഹാപ്പി ആയിരിക്കും. എൻ്റെ മകൾ വലിയ 2 നടിമാരുടെ നടുക്കിരിക്കുന്നു എന്ന് മമ്മി അറിയും. സത്യമായിട്ടും മമ്മിക്ക് നിങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നടുക്ക് ഒരു പെട്ടിക്കട ഇട്ട പോലെ ഇതാ ഞാൻ നടുക്ക് നിൽക്കുകയാണ്. ഹായ് മമ്മി. ഹായ് മമ്മി. ഈ പെട്ടിക്കട ഇന്ന് ക്രിസ്മസ് ആണ്. അപ്പൊ ക്രിസ്മസിന് ഞങ്ങൾ 3 പേരും കുട്ടി കുറുമ്പന്മാരും കുറുമ്പികളുടെ ഒപ്പം കട്ടുറുമ്പിലൂടെ അടിച്ചു പൊളിക്കാൻ എത്തുന്നു. സോ മെറി ക്രിസ്മസ്. മെറി ക്രിസ്മസ്. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ. സോ നല്ല അടിപൊളി സീറ്റ് ഉണ്ട്. ഇതാ അവിടെ ഒരു പപ്പായി ഇരിക്കുന്നു. അതെ ദിവ്യ, നമ്മൾ അവിടെ ഇരിക്കാം. ഇവിടെ കുറച്ച് പണി എടുക്കട്ടെ. കേക്ക് ഞാൻ അടുപ്പത്ത് അല്ല എവിടെയോ വെച്ചിട്ടുണ്ട്. അതിങ്ങനെ വെന്ത് വരും. പിള്ളേരാണ് ഉണ്ടാക്കുന്നത്. അവൻ വരും. അവൻ വരുമായിരിക്കും. ഓക്കെ, അപ്പൊ പ്ലീസ് ബി സീറ്റഡ്. ഞാൻ വരണ്ട. താല്പര്യമുള്ള ഇപ്പൊ അവര് കൂട്ടായി, ഞാൻ ഇവിടെ ഒറ്റയ്ക്കായി. പപ്പായി ഐസ്ക്രീം കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് കോ പവർഡ് ബൈ ഫ്രൂട്ടോ മാൻസ്. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ഈ ക്രിസ്മസ് ദിനത്തിൽ ഡെഫിനറ്റ്ലി ശാന്തി, സമാധാനം, ഐക്യം, സ്നേഹം ഇതൊക്കെയുള്ള ഒരു നിറഞ്ഞു നിൽക്കുന്ന തുളുമ്പുന്ന ഒരു സ്കിറ്റ് തന്നെ നമുക്കിനി ആവാം. ബിക്കോസ് അതാണല്ലോ ക്രിസ്മസ്. എന്തായാലും മെറി ക്രിസ്മസ്. നിങ്ങൾ ഇത് കണ്ടിട്ട് കരഞ്ഞു. അത്രയ്ക്ക് ശാന്തി സമാധാനം ഉള്ള ഒരു സ്കിറ്റാണ്. ലെറ്റ്സ് വാച്ച്. ഞാനൊരു കാര്യം പറയാം. ഈ കുടിപ്പിച്ചു വിട്ടത് ഞങ്ങളാണെന്ന് നിങ്ങളുടെ ഭാര്യയോട് പറയരുത്. എന്നാ സ്ഥലം എസ് എന്ന് പറയണ്ടേ. നീ വാടാ അവിടുന്ന്. ജോയിനെ ആരും പഠിപ്പിക്കണ്ടേ. തന്നെ താനും ഇങ്ങ് പഠിച്ചോളൂ. ഇന്നടിച്ച് ഇത്രയും കൂടിപ്പോയിന്നാ തോന്നുന്നു. എന്താളിയാ? അല്ല, എവിടെ നോക്കിയാലും നക്ഷത്രം. എടാ പോത്തെ, അതല്ല, അത് ക്രിസ്മസിന് തൂക്കിയിട്ട നക്ഷത്രങ്ങളാ. അയ്യോ, ഇന്ന് ക്രിസ്മസ് ആണോ? എന്നെ ഈ കോലത്തിൽ കണ്ടാൽ അവൾ ഇന്ന് പെരുന്നാളാക്കും. എന്നാ പോട്ടളയാ. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ആലീസേ, എന്റെ ചിങ്കിരൂത്തേ, ആലീസേ. എന്തെടുക്കെ വന്നടുക്കും പെമ്പറന്നോളെ, സന്മതമോ കന്മതമോ നിൻ കടകണ്ണിൽ കട്ടെടുത്തോ കട്ടെടുത്തോ എൻ കിനാവും നീ, കണ്ടെടുത്തോ വീണ്ടെടുത്തോ എൻ വിചാരം നീ. മനസമ്മതപ്പൂ നിൻ കൊതിപ്പൂ തന്നിടുമ്പോൾ കുമ്പിടുമ്പോൾ ആ കിന്നാരം കാതിൽ ചൊല്ലാം ഞാൻ. നല്ലൊരു ദിവസമായിട്ട് കുടിച്ചിട്ട് വന്നേക്കുന്നു. ഇനി നിങ്ങൾ കുടിക്കോ കുടിക്കോ കുടിക്കോ. എന്തിനാ നീ കുലിക്കപ്പാടി? അവസാനത്തെ പെഗ് മിക്സ് ആയത്. ഇനി നിങ്ങൾ കുടിച്ചോ. ഇവിടെയുള്ള കാശിന് മൊത്തം കുടിച്ചോ. നിന്റെ ഈ പ്രോത്സാഹനം ഒന്നും കൊണ്ട് മാത്രാടി ഞാൻ പിന്നെയും കുടിക്കുന്നത്. കുടിച്ച് കുടിച്ച് കരള് പോവും. എടി ആലീസേ, നീ അല്ലടി എന്റെ കരള്. ആ കരൾ ഇറങ്ങി വല്ലോന്റെ കൂടെ പോകുന്നാ പറഞ്ഞത്. ഒരു നാളും മറയരുതേ കരളേ നീ കരയരുതേ. എന്താടി അത്? കാലിത്തൊഴുത്ത്. എടി കാലിത്തൊഴുത്തായിട്ട് അതിനകത്ത് ഉണ്ണിയേശു ആട്ടിടയന്മാരൊന്നും ഇല്ലല്ലോ. അതുകൊണ്ടാ പറഞ്ഞത്.
അർത്തുങ്കലെ പള്ളിയിൽ ചെന്നിട്ട് ഈശോയെ കിട്ടും നോശാന പാടാ. അത്രത്തോളം മക്കളാം നമ്മളെ കർത്താവ് കാക്കുവാൻ കുർബാന കൂടാ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. എപ്പോഴും എല്ലായ്പ്പോഴും സ്തുതിയായിരിക്കട്ടെ. ജോയെ, നിനക്ക് ദൈവത്തെ വിശ്വാസമില്ലേ? അയ്യോ, അതെന്താ അച്ഛ അങ്ങനെ ചോദിച്ചത്? ഞാൻ ചോദിച്ചതിന്റെ മറുപടി പറഞ്ഞാ മതി. നിനക്ക് ദൈവത്തെ ഭയമുണ്ടോ ജോയ്? ഉണ്ടച്ഛനല്ല ജോയ്, നമ്മുടെ ഇടവകയിൽ അച്ഛനാണ്. പറ, നിനക്ക് ദൈവത്തെ ഭയമുണ്ടോ? വീണ്ടും ഉണ്ടച്ചോ. എന്നിട്ട് നിന്നെ കുർബാനയ്ക്ക് പള്ളിയിലോട്ടൊന്നും കാണുന്നില്ലല്ലോ ജോയ്. അതല്ലേ അച്ഛാ പറഞ്ഞത് എനിക്ക് ദൈവത്തിന് ഭയങ്കര ഭയമാണെന്ന്. അച്ഛോ, ഈ ചാൻ 24 മണിക്കൂർ വെള്ളവാ. ഇല്ല അച്ഛോ, ചുമ്മാ. ജോയ്, നീ ദൈവത്തെ വിശ്വസിക്ക്. അച്ഛാ, അച്ഛൻ എന്നെ ആദ്യം വിശ്വസിക്ക്. ജോയ്, നീ എന്നെ ഊതി കാണല്ലേ? മംഗളമംഗളമേ സോദരരെ, മംഗളമംഗളമേ, ഇവരെന്നേക്കും നിന്റെ നാമത്തിൽ മഹത്വമംഗളമേ. ഇതെന്താ അവിടെ തന്നെ ഇരുന്ന് തുള്ളിക്കളിക്കുന്നത്? ജഗദീശ, ഈ ഭവനത്തെ എന്നുമേ കാക്കണമേ, ഇവരെന്നേക്കും നിന്റെ നാമത്തിൽ മഹത്വമംഗളമേ. വേറൊരെണ്ണം അതും തുള്ളിക്കളിക്കുന്നല്ലോ. എടാ, സാന്താക്ലോസ് അല്ലടാ, ശാന്തപ്പനാ. പലിശക്കാരൻ ശാന്തപ്പൻ. അണ്ണേ വണക്കം അണ്ണേ, ഞാൻ വന്ന് കുംഭകോണം മുറുക ഞാൻ കാശ് താടാ. നിങ്ങളെല്ലാരും എന്താ ഈ കോലത്തിൽ, ഇല്ലെങ്കിൽ ഈ രൂപത്തിൽ, അല്ലെങ്കിൽ ഈ കോസ്റ്റ്യൂമിൽ? ഇന്നിവനെ പിടിക്കണമെങ്കിലേ ഈ വേഷത്തിൽ വന്നാലേ നടക്കും, ഞങ്ങൾക്കറിയാം. എടാ ജോ, പൈസ താടാ, പണം താടാ. ശാന്തപ്പൻ, നീ ശാന്തനാകൂ. പാലിശക്ക് കൊടുക്കുന്ന തെറ്റാണ്. കൊടുത്ത കാശ് വാങ്ങുന്നത് തെറ്റാണോ അച്ചോ? ശാന്തപ്പ, നീ കേട്ടിട്ടില്ലേ ഉള്ളവന് ഇല്ലാത്തവന് കൊടുക്കണമെന്ന്? അന്യന്റെ മുതൽ ആഗ്രഹിക്കരുതെന്ന് കേട്ടിട്ടുണ്ടോ? എനിക്ക് തലക്ക് ഭ്രാന്ത് പിടിക്കുന്നു. അച്ഛൻ പറഞ്ഞത് ശരിയാ. ഉള്ള കാര്യം ഉള്ളതുപോലെ പറയുന്നതാണ് അച്ഛൻ. ഏത് കാര്യം കുഞ്ഞാടെ? അച്ഛന്റെ ഭ്രാന്തിന്റെ കാര്യം. എടാ ജോയ്, ഞാൻ പോയച്ചും വരാം. എനിക്ക് ഭ്രാന്ത് പിടിച്ചാല് ഞാൻ എന്താ ചെയ്യുന്നത് എനിക്ക് തന്നെ അറിയില്ല. സമയമില്ല ആലീസേ. എനിക്ക് പല വീടുകളിലും കേറി ഇറങ്ങാനുള്ളതാണ്. അച്ഛൻ ഈ പല വീട്ടിലും കേറി ഇറക്കോന്ന് നിർത്താവോ? എങ്കിൽ ഈ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല. കണ്ടോ അച്ഛോ, ഇങ്ങനെ എപ്പോഴും സംസാരം. ഇത് കണ്ടോ, പുൽക്കൂട് ഉണ്ടാക്കി വെച്ചിട്ട് അതിനകത്ത് രൂപങ്ങൾ വാങ്ങിയേക്കാനുള്ള കാശെടുത്ത് കുടിച്ചിട്ട് വന്നേക്കുന്നു. ഇതെല്ലാം ദൈവം തമ്പുരാൻ പൊറുക്കു വെച്ചോ. എന്നും ഞാൻ മുട്ടിപ്പായിലിരുന്ന് പ്രാർത്ഥിക്കും ഇങ്ങർക്ക് വേണ്ടി. എന്താ അച്ഛോ കർത്താവ് ഞങ്ങളെ വിളി കേൾക്കാത്തെ? ആലീസേ, കർത്താവ് ഉയർത്തെഴുന്നേറ്റിനെ പറ്റി നിനക്കറിയാലോ. അത് സത്യമാണെങ്കിൽ കർത്താവ് നിന്റെ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ടാകും. Merry, merry, merry Christmas. Oh, 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 happy, happy, happy Christmas. Ha, 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 merry, merry, merry Christmas. Oh, 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 happy, happy, happy Christmas. Ha, 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 മേരി സുതൻ യേശുപരൻ അന്നൊരു നാൾ. മേരി സുതൻ യേശുപരൻ അന്നൊരു നാൾ. ബദലേം പുരിയിൽ മഞ്ഞണിഞ്ഞ രാവിൽ മംഗളമരുളാൻ തിറന്നു. ഇത് കണ്ടോ, ഉണ്ണിയേശുവിന് നല്ല രൂപങ്ങൾ. ഒരെണ്ണം വാങ്ങിക്ക്. ക്രിസ്മസ് ആയിട്ട് ഒരു കച്ചവടം നടത്തില്ല. ഇതെല്ലാം വായിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ കയ്യിൽ കാശില്ല. അങ്ങനെ പറയരുത്. പുൽക്കൂടിനുള്ളിൽ ഉണ്ണിയേശുവിന്റെ രൂപമില്ലാതെ ക്രിസ്മസ് എങ്ങനെ ആഘോഷിക്കും? വിഷമിക്കണ്ട ആലീസ്, ആ രൂപങ്ങൾ അങ്ങ് കൊടുത്തേക്ക്. ഇതിന്റെ പണം ഞാൻ തരാം. എങ്കിൽ എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. അങ്ങനെ കാശില്ലാതെ ചുളുവിന് അങ്ങനെ ഒപ്പിച്ചു. എടാ ജോയ്, അകതാരിൽ ആനന്ദമേകുന്ന നാഥന്റെ നന്മകൾ പാടിപ്പുകഴ്ത്താം. എടാ ജോയ്, നിന്നെ ഞാൻ എവിടെയൊക്കെ തിരക്കി. ഈ അച്ഛൻ എന്നാ പിന്നെ വീണ്ടും വന്നത്? അതിന് ഞാൻ വന്നിട്ടില്ലല്ലോ കുഞ്ഞാടെ. നിന്നെ ഞാൻ തിരക്കി നടക്കുകയായിരുന്നു. നിന്റെ മദ്യപാനം ഒന്നും ഉപേക്ഷിക്കാൻ. ഇല്ലച്ചോ, അച്ഛനിപ്പോ വന്ന് പോയതല്ലേ ഉള്ളൂ. നീ എന്താ ആലീസ പറയുന്നത്? ഞാൻ ഇത്ര നേരം അരമനയിലുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നേരത്തെ അച്ഛനായി വന്നിട്ട് ഈ രൂപങ്ങളെല്ലാം വാങ്ങിത്തന്ന ആരാ കർത്താവേ? ആലീസേ, കർത്താവ് ഉയർത്തെഴുന്നേറ്റിനെ പറ്റി നിനക്കറിയാലോ. അത് സത്യമാണെങ്കിൽ കർത്താവ് നിന്റെ പ്രാർത്ഥനയും കേൾക്കുന്നുണ്ടാകും. താരകം കൺതുറന്നു മണ്ണിൽ സമാധാന പാലകനാമുണ്ണി പുൽക്കൂട്ടിൽ പുഞ്ചിരിച്ചു. ആകാശമേഘങ്ങൾ കൽപ്പി
നിശ്ചയിച്ചൊരു ആനന്ദഗാനമാരി മാലാഖമാർ വന്നു തൂകുന്നു സ്നേഹത്തിൻ ദീപം തെളിഞ്ഞിടുന്നു. You were all very good. നല്ല കള്ളൂടിയന്മാരായിരുന്നു നിങ്ങൾ എല്ലാവരും. അയ്യോ, ദക്ഷിത്ത് ഒരു കള്ളൂടിയന്റെ റോള് ചെയ്യാണ്. ദക്ഷിത്ത് പഠിപ്പിച്ചതാണോ ഈ അഭിനയം ഇങ്ങനെ കുപ്പിയെല്ലാം മുകളിൽ വെച്ചിട്ട്, അല്ലാതെ ദക്ഷിത്ത് റോൾ പറഞ്ഞപ്പോഴന്നെ അങ്ങനെ കുപ്പി വെച്ചിട്ട് അങ്ങനെ നടക്കാൻ തുടങ്ങി? സതീശങ്കള് ഇങ്ങനെ സതീശങ്കള് വെച്ചിട്ട് സതീശങ്കള് പിന്നെ ഒരു മംഗളും പറയാ ആങ്കളില്ലേ സ്വാമി പോലെ ഇരിക്കുന്ന സ്വാമി പോലെ ഇരിക്കത്തില്ലേ വിഷ്ണു ആണോ? ഇങ്ങനെ പോലെ ഇരിക്കുന്ന ആങ്കളില്ലേ ആങ്കള് കുറച്ചൊക്കെ പഠിക്കണം. മുടിയൊക്കെ നന്നായിട്ട് മൈക്ക് ഞാനും നിന്നെ ഞാൻ ചന്തയിട്ട് ചൂട്ടിക്കുന്നു. അപ്പൊ ഈ സ്കിറ്റിന്റെ മീനിങ് എന്താണ് ദക്ഷൻ? കള്ളുടിയന്റെ അല്ല ഇതിന്റെ കള്ളൂടിയന്റെ. പക്ഷെ എന്താണ് പറയാൻ ഉദ്ദേശിച്ചത്? അല്ല, എന്താണ് ഉദ്ദേശിച്ചത്? സൂപ്പറായിരുന്നു അത് അഭിനയിച്ചത്, അതെല്ലാം നിങ്ങൾ നന്നായി അഭിനയിച്ചു, തകർത്തു. പക്ഷേ ദക്ഷിത്തെ ആദ്യം ഒരു മറ്റേ ഫാദർ വന്നില്ലേ, പക്ഷെ അത് ഫാദർ ആയിരുന്നില്ല, അത് ക്രിസ്തു ആയിരുന്നു. ഫാദർ ശരിക്കുള്ളതല്ല, അത് ക്രിസ്തു. അതെ, അടുത്ത പള്ളിയത്തുള്ള അച്ഛൻ. അത് കഥ മുഴുവൻ മാറ്റി. അത് ദൈവമാണ്. അത് ഈ നാട്ടിലെ ഒരു പള്ളിയുള്ളൂ. അപ്പൊ ആദ്യം വന്നത് ആരാ? ഞാനൊരു കാര്യം പറയട്ടെ, അവിടെ ഇപ്പൊ ശാന്തിയില്ല, സമാധാനവും ഇല്ല, സ്നേഹവും ഇല്ല. ഞാനിപ്പോ അങ്ങോട്ട് പോയിട്ട് എല്ലാം കൂടെ അത് ഞാൻ ഏറ്റുവാകാം. എന്തായാലും നല്ലൊരു കൈയടി, സൂപ്പർ ആയിരുന്നു. കുഞ്ഞാണ്ടുകളെ, നിങ്ങൾ ആ വരിവരിയായി നിൽക്കുവിൻ. എക്സ്ക്യൂസ് മീ, നമ്മുടെ ഈ സ്കിറ്റിനുള്ള ജഡ്ജ്മെന്റ് പ്ലീസ്. 10ൽ എത്ര മാർക്കാണ്? 10. 10 out of 10 ആണ് നമ്മുടെ ശാന്തിയും സമാധാനത്തിന്റെയും സ്നേഹത്തിന്റെയും ക്രിസ്മസിന്റെയും കഥയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. സോ നല്ലൊരു കൈയടി. Get out of, go to your classes, go 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 go. പപ്പായി കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ, കോ പവർഡ് ബൈ ഫ്രൂട്ടോമാൻസ്. ഇനി നമ്മൾക്ക് ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് ആണ്. കട്ടുറുമ്പുകളുടെ അല്ല, ശ്വേത ചേച്ചി ആരുടേതാണ്? ദിവ്യ ഉണ്ണി ചേച്ചി. ദിവ്യ ഉണ്ണി ചേച്ചി. She's gonna dance for us. തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം, തിരിതെളിയും മണിയിൽ സുരഭില സൂര്യകണം, കവിളുകളോ കളഭമയം കാഞ്ചനരേണുമയം, ലോലലോലമാണു നിന്റെ അധരം, തിരനുറയും ചുരുൾമുടിയിൽ സാഗര സൗന്ദര്യം. വെണ്ണിലാവിന്റെ വെണ്ണ തോൽക്കുന്ന പൊൻകിനാവാണു നീ, ചന്ദ്രകാന്തങ്ങൾ മിന്നി നിൽക്കുന്ന ചൈത്രരാവാണു നീ. പപ്പായി ഐസ്ക്രീം കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് പവർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് കോ പവർഡ് ബൈ ഫ്രൂട്ടോമാൻസ്. ചാച്ചി ചാച്ചി, ഈ ശ്രീഹള്ളിയിലേക്കുള്ള വഴി ഏതാണ്? അത് റൈറ്റ് പോയി
പിന്നെ വൈറ്റില ജംഗ്ഷൻ എത്തും. അവിടുന്ന് ഒരു യൂ ടേൺ ചെയ്തിട്ട് തിരിച്ച് അതേ സ്പോട്ടിൽ എത്തുമ്പോ ഞാൻ ആ വഴിയല്ല ചോദിച്ചത്, ഞാൻ ഉദ്ദേശിച്ചത് ആ വഴി, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ശ്രീഹള്ളിയിലേക്കുള്ള വഴി സത്യം പറഞ്ഞ നമുക്ക് ആർക്കും അറിയില്ല. ദിവ്യ ചേച്ചിക്ക് അറിയോ? ഇല്ല, എനിക്കറിയില്ല. അറിയില്ല. എനിക്ക് ഒരു കാര്യം അറിയാം, മുത്തുക. എനിക്ക് നാണം വരുന്നു. പേർലി എന്തായാലും ഇതുപോലെ പല മുത്തുഗോ. ഞാൻ ഇങ്ങോട്ട് വരട്ടെ? മുത്തുഗോ. ഞാൻ അങ്ങോട്ട് വരട്ടെ? മുത്തുഗോ. ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ. ഞങ്ങൾ സ്ത്രീകൾ തമ്മിൽ മുത്തുകോ കുഴപ്പമില്ല. പക്ഷെ ഇനി വരാൻ പോകുന്നത് സീരിയസ് ആയിട്ടുള്ള ഒരു സീനാണ്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട തേന്മാവൻ കുമ്പത്ത് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സീൻ വളരെ ക്യൂട്ടായിട്ട് കാണിക്കാൻ പോകുന്നു. താൻ ആരാണെന്ന് അറിയില്ലെങ്കിൽ താൻ എന്നോട് ചോദിക്കും ഞാനാരാന്ന് എനിക്ക് സത്യമായിട്ട് അറിയില്ല. എന്നല്ല, ആരാ മനസ്സിലായില്ല. കാർത്തുമ്പി. കാർത്തുപ്പി? ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പിന്ന്. നിന്റെ പേര് ഊരുമെന്ന് എനിക്കറിയണ്ട. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആര്? ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കേറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ, പോയി ചോദിക്ക്. അയാളാ ഷാപ്പിലുണ്ട്. ഷാപ്പിൽ? ദേ വരുന്നു, അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവാ, ഇയാൾ എന്തൊക്കെയോ പറയുന്നു. മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടേണ്ടേ. ഇയാളാണോ ഈ പെണ്ണിന്റെ കാശ് വാങ്ങിച്ചത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. താല്ലേ പറഞ്ഞ അമ്മാവൻ കാശ് വാങ്ങിച്ചത്? പിന്നെ ഇയാളാ? ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ, പക്ഷേ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ നുണച്ചിനെങ്ങാനും പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നുണ പറയുന്നതിന് എന്ത് വിളിക്കണം? സത്യമാമെന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. അയാളുടെ വണ്ടിയാന്ന് പറഞ്ഞിട്ടാ ഞാൻ കേറിയിരുന്നത്. അതൊക്കെ പോട്ടെ, ഇതൊക്കെ ചോദിക്കാൻ താനാരാ? ഞാനാരാണെന്നോ? താനാരാണെന്ന് തനിക്കറിയാമേലെങ്കിൽ താൻ എന്നോട് ചോദിക്ക് താൻ ആരാണെന്ന്. തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണ്. അമ്മാവാ, എന്നിട്ട് ഞാൻ ആരാണെന്ന് എനിക്കറിയാമോ താൻ എന്നോട് ചോദിക്ക്. അപ്പൊ തനിക്ക് ഞാൻ പറഞ്ഞു തരാം താൻ ആരാണെന്ന്. അമ്മാവാ, കള്ളു കുടിച്ചിട്ട് ഒരു തോന്നിവാസം പറയരുത്. നിങ്ങളുടെ കൂടെ വന്ന് എന്നെ വേണം പറയാൻ. എന്താ ഇവിടെ പ്രശ്നം? ദേ വരുന്നു കാശ് വാങ്ങിച്ച ആള്. അങ്ങോട്ട് ചോദിക്കേ. എന്താ? നിങ്ങൾ കാശ് വാങ്ങിയിട്ടല്ലേ എന്നോട് ഈ വണ്ടിയിൽ കയറി ഇരിക്കാൻ പറഞ്ഞത്? എന്നിട്ട് ഈ മരം കൂടെ എന്നോട് ചാടിക്കയറുന്ന എന്തിനാ? സംസാരിക്കണം. തനിക്ക് മാത്രം വഴി കാണുന്ന പെണ്ണുങ്ങളോട് വായി തോന്നി വിളിച്ചു പറയാല്ലേ? നിങ്ങൾ വെറുതെ വഴക്കുണ്ടാക്കണ്ട. ബസ് സമരം കാരണം ഇവര് വഴി കുടുങ്ങിപ്പോയി. അപ്പൊ വണ്ടി വെറുതെ പോവല്ലേ, ചേതമില്ലാത്തൊരു ഉപകാരമില്ലാന്ന് വിചാരിച്ച് ഞാനും പറഞ്ഞു കയറിക്കോളാം. ഇവരെന്താ കാശ് ചെയ്യുന്നേ? നിങ്ങളുടെ കാശ് പെട്ടിയും മട്ടി എന്താന്ന് വെച്ചാൽ ഇറക്കിയ ഈ വണ്ടി പോകത്തില്ല. എനിക്കൊന്നും വേണ്ട. വാങ്ങിച്ചവരുടെ കയ്യിൽ തന്നെ തിരിച്ചു കൊടുത്താ മതി. ഈ വണ്ടി തന്നെ പോവും. നിങ്ങൾ കാശ് വാങ്ങിയില്ലായിരുന്നെങ്കിൽ അവരെങ്കിലും ഞങ്ങളെ കൊണ്ടുവിട്ടേനെ. വിടരുത്.
കാർത്തുമ്പിയാണോ? അതെ. കാർത്തുമ്പിയാണോ കാർത്തുപ്പിയാണോ? കാത്തുമ്പി. കാർത്തുമ്പി. ഇതാരത്? ആരായിരുന്നു? എനിക്കൊന്ന് എപ്പോഴും ലാലേട്ടന്റെ റോൾ എന്ന് പറഞ്ഞാ ഇദ്ദേഹമാണ് ഫസ്റ്റ്. ഇതാരത്? നിങ്ങളുടെ ഫാൻസാ? നിങ്ങളുടെ സീൻ കണ്ടിട്ട് ഇവിടെ ഫാൻസ് ഒക്കെ തള്ളി എരച്ചു കയറുന്നു. ആൻഡ് നിങ്ങളുടെ രണ്ടുപേരും അമ്മാവിന്റെ റോളും നിങ്ങളുടെ രണ്ടുപേരും അടിപൊളി പെർഫോമൻസ്. ഒരു നല്ലൊരു കൈയടി. സൂപ്പർ ആയിരുന്നു. ദിവ്യ ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ലൈക്ക് ശരിക്കുള്ള പേരെന്താ? ലക്ഷ്മി. ലക്ഷ്മി ആരാ ഇങ്ങനെ ലിപ്സിങ് ചെയ്യാൻ പഠിപ്പിച്ചേ? ഉറക്ക പാടിയാണോ പ്രാക്ടീസ് ചെയ്യാറ്? ഉറക്ക പാടി പ്രാക്ടീസ് ചെയ്യോ? നിനക്ക് എന്താണ് പറയാനുള്ളത്? നിന്റെ റോളായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിന്റെ ആ ഒരു എടുത്തുചാട്ടവും ആ ഒരു വെപ്രാവും. ഇവിടെ നല്ല ഒരു ആക്ട്രസ് വന്നിട്ടുണ്ട്. നമ്മുടെ ഗസ്റ്റ് ആരാ? ദിവ്യാണി. എത്രയോ വലിയ വലിയ നടന്മാര് ഈ ദിവ്യാണിയുടെ കൂടെ ആക്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ ആ ഒരു ചാൻസ് ഇന്ന് കിട്ടാൻ പോകുന്നത് മറ്റാർക്കുമല്ല, നിനക്കാണ്. എങ്ങനെയുണ്ട്? കൊള്ളാം. കണ്ടില്ലേ, ഞങ്ങൾ ഇതിലൊക്കെ ഹാപ്പിയാണ്. സോ കാർത്തുമ്പി, നമുക്ക് ദിവ്യാണിയുടെ സീറ്റിൽ കാർത്തുമ്പിനെ കൊണ്ടുവരാം. നിങ്ങൾ രണ്ടുപേരും അവിടെ പോയിരിക്കും. അമ്മാവൻ ആ ക്രിസ്മസ് കൂടിന്റെ അടുത്ത് വരിക. ഓക്കെ, അപ്പൊ ചേച്ചി വരൂ. ലെറ്റ്സ് ഗിവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് ടു ദിവ്യാനി. അപ്പൊ ദിവ്യ ചേച്ചി അവിടെ ഇരുന്നോളൂ. കറക്റ്റ് സ്പോട്ട് തന്നിട്ടുണ്ട്. ഇവരുടെ സമയമാകുമ്പോൾ ഇവരെത്തിക്കോളൂ. ദർശത്, നീ മറ്റേ ഇവിടെ നിന്ന് നടന്നു വരൂ. ആ റിയാലിറ്റി വരണം. ആരാ മനസ്സിലായില്ല? ആരും കാറ് തുപ്പിയൊന്നുമില്ല. എന്റെ പേരാ ഞാൻ പറഞ്ഞത്, കാർത്തുമ്പി. നിന്റെ പേര് ഊരുവെന്ന് എനിക്കറിയില്ല. എന്തിനാ വണ്ടി കയറിയിരിക്കുന്നതാ ചോദിച്ചേ? എന്നോട് കേറിയിരുന്നോളം പറഞ്ഞു. ആര്? ആ ഒരു കിളവൻ. അങ്ങനെ ഒരു കിളവൻ പറഞ്ഞാൽ കയറിയിരിക്കാനുള്ള വണ്ടി ഒന്നുമില്ല. ഇങ്ങോട്ട് ഇറങ്ങ വേണ്ടേ? പിന്നെന്തിനാ കാശ് എണ്ണി വാങ്ങിച്ചത്? ആര്? ഒരമ്മാവൻ. ഏതമ്മാവൻ? എനിക്കൊന്നും അറിഞ്ഞൂടാ. പോയി ചോദിക്കേ, അയാളാ ഷാപ്പിലുണ്ട്. ഷാപ്പ്? ദേ വരുന്നു. അങ്ങോട്ട് ചോദിച്ചോളൂ എന്താ ചോദിക്കണമെന്ന് വെച്ചാ. അമ്മാവാ, ഇയാൾ എന്തൊക്കെയോ പറയുന്നു. മര്യാദയ്ക്ക് സംസാരിച്ച് ചവിട്ടിയത് ഇയാളാണോ? ഈ പെണ്ണിന്റെ കാശ് വാങ്ങിയത്? അമ്മാവൻ കാശൊന്നും വാങ്ങിയില്ല. അമ്മാവൻ കാശ് വാങ്ങിയത് പിന്നെ ഇയാളാണ്. ഇത് എന്റെ അമ്മാവനാ. പിന്നെ അമ്മാവൻ കാശ് വാങ്ങിച്ചില്ലെന്ന് പറഞ്ഞു. അമ്മാവൻ കാശ് വാങ്ങിന്ന് പറഞ്ഞത് ശരിയാ. പക്ഷേ പറഞ്ഞു അമ്മാവൻ കാശ് വാങ്ങിച്ചെന്ന് പറഞ്ഞു. എന്റെ അമ്മാവൻ കാശ് വാങ്ങിന്നല്ല ഞാൻ പറഞ്ഞാലുണ്ടല്ലോ. പിന്നെ നുണ പറയുന്നത് എന്ത് വിളിക്കണം? സത്യമാവെന്ന് വിളിക്കണം. ഞാൻ പറഞ്ഞത് നേര് തന്നെയാ. ഇത് എന്റെ അമ്മാവനാ. പണം വാങ്ങിയത് വേറൊരു അമ്മാവനാ. എനിക്ക് തോന്നുന്നു ഇവര് ലക്ഷ്മിനോട് ബെറ്റർ ആയിട്ടാണ് പെർഫോം ചെയ്തത്. ഇപ്പൊ എന്തിവിടെ സംഭവിച്ചത്? എന്തൊക്കെയോ സംഭവിച്ചു. നിങ്ങൾക്ക് ഒരു ടെൻഷൻ അല്ലായിരുന്നോ ദിവ്യാനോട് ആക്ട് ചെയ്തപ്പോ? ദിവ്യക്ക് എല്ലാം ടെൻഷൻ. ലൈനൊക്കെ മറന്നുപോയി. എന്താ ഇപ്പൊ സംഭവിച്ചത്? എന്നെ പേടിപ്പിക്കാൻ നോക്കിയതാണ് എല്ലാരും കൂടെ. ചവിട്ടുന്നുണ്ടല്ലോ. അല്ല, ഇത്തവണ എനിക്ക് തോന്നുന്നു എനിക്ക് എന്റെ ഹൈറ്റിന് മാച്ച് ചെയ്ത് കിക്ക് ചെയ്യാൻ നോക്കിയെന്നോ. എന്തൊക്കെയോ നടന്നു. പക്ഷെ അവര് എനിക്ക് തോന്നുന്നു ലക്ഷ്മിനെക്കാളും ദിവ്യന്റെ കൂടെയാണ് കുറച്ചുകൂടി നന്നായിട്ട് തുറന്ന് പെർഫോം ചെയ്തത്. എനിക്ക് തോന്നുന്നു ആ ഇൻഹിബിഷൻ ഉണ്ടായിരുന്നു. ദിവ്യക്കുണ്ടായിരുന്ന ആ ഒരു പേടിയും അതിനെ ഇത്ര ഓമനത്തെന്ന് തോന്നി ചാടിക്കൊണ്ട്. എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയുടെ പെർഫോമൻസ്? എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ താങ്ക് യു. അപ്പൊ നമുക്കൊരു 10-ൽ എത്ര കൊടുക്കാം ഇതിന്? എത്ര വേണം? 10. ഓക്കെ, എടുത്തോ. 10. എന്നോട് കിട്ടിയടാ. ദക്ഷിത്, ഒരു ഡൗട്ട്. ഏത് കാർത്തുമ്പിയാ ഇഷ്ടപ്പെട്ടത്? ഈ കാർത്തുമ്പിയാണോ അല്ലാതെ ഈ കാർത്തുമ്പിയാണോ? ചോക്ലേറ്റ് തരാൻ ഏത് കാർത്തുമ്പിയാ ഇഷ്ടപ്പെട്ടത്? കാർത്തുമ്പിന്റെ ഇഷ്ടം. എന്തേലും കുഴപ്പമൊന്നുമില്ല. ഏതും അഡ്ജസ്റ്റ് ചെയ്യാവുന്ന. അപ്പൊ ഞങ്ങൾ പോവാണ്. ബൈ, സീ യു. പപ്പായ ഐസ്ക്രീം കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ് പവേർഡ് ബൈ സുമിക്സ് കിഡ്സ് വെയർ ആൻഡ് കോ പവേർഡ് ബൈ ഫ്രൂട്ടോമാൻസ്. ഇന്നത്തെ ചാറ്റ് സെക്ഷനിലേക്ക് നമ്മൾ പോവാണ്. ചേച്ചി,
ദിവ്യ ചേച്ചി അറിഞ്ഞിട്ടില്ല, ഞങ്ങളിത് കുറെ കണ്ടിട്ടുണ്ട്. ദിവ്യ ചേച്ചി ഇന്നലെ ഇന്ന് എത്തിയല്ലേ ഉള്ളൂ US നിന്ന്. കട്ടുറുമ്പ് എപ്പിസോഡൊന്നും ഇന്ന് കാണാൻ പറ്റിയിട്ടില്ലല്ലോ ഇതുവരെ. ഇതാണ് കാണേണ്ട എപ്പിസോഡ്. നമ്മുടെ പ്രേക്ഷകർക്കും സ്വേ ചേച്ചിക്ക് എനിക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു സെക്ഷനാണ്. ഇന്ന് വരാൻ പോകുന്ന ഗസ്റ്റ് എന്ന് വെച്ചാൽ വളരെ വളരെ വിശിഷ്ടമായ ഒരു വ്യക്തിയാണ്. ഐ തിങ്ക് ഒരു മൂർച്ചയേറിയ ഒരു കട്ടുറുമ്പ് തന്നെയാണ് ഇന്ന് വരാൻ പോകുന്നത്. സ്വേ ചേച്ചിക്ക് ഓൾറെഡി ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും. സത്യം പറഞ്ഞാൽ ഞാൻ പേടിച്ചിട്ടിരിക്കുകയാണ്, ബിക്കോസ് എന്തും സംഭവിക്കാം. എന്തായാലും അധികം വെയിറ്റ് ചെയ്യിപ്പിക്കാൻ പാടില്ല എന്ന് സാറ് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വിളിക്കുവാണ്. ഇറ്റ്സ് നൺ അതർ ദാൻ തേജസ്. ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം? ഞാൻ പേടിച്ചു പോയി. ഇരിക്കാലോ അല്ലേ? നല്ല വിശേഷം, നല്ല വിശേഷം. ശരി. ഹായ് തേജസ്. കബാലി. ഹായ്. ഹായ്. കബാലി ആണോ തേജസ് ആണോ? തേജസ്. തേജസ് അല്ലെങ്കിൽ പുലിമുരുകൻ. അതെയോ? എന്റെ അമ്മച്ചി. എന്റെ അമ്മച്ചി, നീ ഇവിടെ ഇരിക്കും. നിനക്ക് ഇരിക്കാൻ വേണ്ടിയാണ് ഈ ചെയർ ഇട്ട് വന്നിരിക്കുന്നത്. തേജസ്, ഇതാണ് നമ്മുടെ പുതിയ ഗസ്റ്റ് ആണ്, ദിവ്യ ഉണ്ണി. ഹായ്. ഹായ്. പറയൂ, ഹലോ പറയൂ. ഹലോ. ചേച്ചിനെ കാണാൻ നല്ല ഭംഗിയില്ലേ ആ സാരി ഒക്കെ കൊടുത്ത്? എങ്ങനെയുണ്ട് കാണാൻ? എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ടില്ലേ? എനിക്കൊരു കാര്യം പറയാനുണ്ട്. ദൈവമേ, എന്താണ്? അവിടെ പോയി പറയണോ? എന്റെ അടുത്ത് പറയണോ? അല്ല, നീ അവിടെ പോയി പറ. കണ്ണാടി വെച്ചോ? കണ്ണാടി വെച്ചോ? കണ്ണാടി വെക്കണേ. കണ്ണാടി വെക്കണ്ട. എന്താ തേജസ് പറയൂ. എന്റെ ചെവി പറഞ്ഞോ? ഒച്ചത്തിൽ പറഞ്ഞോ? അവിടെ കേൾക്കൂല. മൈക്ക് ഓഫ് ആണ്. പറഞ്ഞോ പറഞ്ഞോ. മൈക്ക് ഓഫ് ആണ്. നിങ്ങൾക്ക് ഒന്നും കേൾക്കുന്നില്ലല്ലോ? ഒന്നും കേൾക്കുന്നില്ല. മൈക്ക് ഓഫ്. കേൾക്കുന്നില്ല. കട്ട് ചെയ്യോ? ഒരു മിനിറ്റ്. എന്താ എന്താ? ഐ ലവ് യു പറയണോ? അതോ അത് കുറച്ച് ഓവറല്ലേ? പബ്ലിക്കായിട്ടത് പറയണോ? എങ്കിലും നീ പറഞ്ഞോ. ധൈര്യം ഉണ്ടെങ്കിൽ പോയി പറ. നിനക്ക് ധൈര്യം ഉണ്ടോ? എങ്കിൽ പോയി പറയടേ. ഞാനുണ്ട് നിന്റെ പുറകിൽ. കൈ പിടിച്ചിട്ട് വേണമെങ്കിൽ പറഞ്ഞോളൂ. അതിശയങ്ങൾ പറഞ്ഞല്ല, അല്ലാണ്ട് വേറെ ആരും ഐ ലവ് യു. ഇതാണോടാ നിന്റെ ധൈര്യം? ഐ ലവ് യു ഇറങ്ങിട്ട് ഇതൊരുമാതിരി ഗാഥാജാൻ പോലെ ആയിപ്പോയല്ലോ. തേജസ്, ഒരു കാര്യം ചോദിക്കട്ടെ തേജസ്. സതീഷ് അങ്കിൾ എന്ത് പറഞ്ഞാലും എന്ത് വേണമെങ്കിൽ ചെയ്യോ? സതീഷ് അങ്കിൾ അല്ല ഇത് വേണമെങ്കിൽ പറയോ? അല്ല, അത് പറഞ്ഞത് സതീഷ് അങ്കിൾ പറഞ്ഞിട്ടല്ലാന്ന്. അങ്ങനൊന്നും പറയല്ലേ. കുട്ടികളെ, ഇന്ന് ആരാ വന്നിരിക്കുന്നത് നിന്റെ കൂടെ? തേജസിന്റെ അച്ചാച്ചനും അച്ചമ്മയും. സോ ഒരു വലിയ ഹായ്. തേജസ് ഇവരുടെ കൂടെയാണ് ജീവിക്കുന്നത്. തേജസിന്റെ അച്ഛനും അമ്മയും ആക്ച്വലി ദുബായിലൊക്കെയാണ്. സോ അച്ഛമ്മയും അച്ചാച്ചനാണ് നിന്റെ വീട്ടില് അല്ലേ? നിന്നെ വളർത്തി വലുതാക്കുന്നത് ഇവരാണോ? അപ്പൊ ഒരു വലിയ നന്ദി പറയൂ. നന്ദി പറയൂ. തേജസ്, നിന്റെ ഗേൾഫ്രണ്ടിന്റെ പേരെന്താ? നീ എന്തിനാ അവിടെ നോക്കുന്നത്? അത് അമ്മൂമ്മയാണ്, അതുകൊണ്ട്. അച്ഛമ്മയാണ്. അച്ഛമ്മയല്ല. ഒരു പെണ്ണിന്റെ പേര് പറയടേ. നിനക്കിപ്പോ കൊറേ പേരുടെ പേര് വരുന്നത്. മുത്തിന്. ആരേ മുത്ത്? വേണമെങ്കിൽ മുത്തിനെ വിളിച്ചു നോക്ക്. അവളോട് വിളിച്ചു നിങ്ങൾ വേണമെങ്കിൽ ക്ലാരിഫൈ ചെയ്തോളൂ. പ്ലീസ് കം ടു ദി സ്റ്റേജ്. തേജസ് വിളിക്കും. നമുക്ക് ചോദിക്കാം. നമുക്ക് നിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? തേജസിന്റെ ഭയങ്കര ഒരു ആഗ്രഹം എന്താണ്? പറ. എനിക്ക് വലിയ ആളായി പഠിച്ചിട്ട് ഒരേ ജോലി മേടിക്കണം. കൊറേ ജോലി മേടിക്കണം. മിലിറ്ററിയിലായിട്ട് എന്താ ചെയ്യേണ്ടത്? കള്ളന്മാരെ പിടിക്കും, വെടിവെക്കും. കള്ളന്മാരെ പിടിച്ച് വെടിവെക്കണം അല്ലേ? എന്നിട്ട് ഈ കള്ളന്മാര് എന്നെ വെടിവെക്കല്ലേ എന്ന് പറഞ്ഞ എന്ത് ചെയ്യും? പാവം തോന്നില്ലേ? അപ്പൊ ഞാൻ അവൻ ജീവിച്ചിരിക്കാനായിട്ടുണ്ടല്ല, കൊറേ മിസൈഡ് കൊണ്ടുവന്നിട്ടുണ്ടല്ല, അവൻ കുറച്ചേരം ജീവിച്ചു പോട്ടെ. അതുകൊണ്ട് അവനെ ഒരു കയറെടുത്തിട്ട് മിസൈലിന്റെ ചുറ്റും കെട്ടിയിട്ട് ഞാൻ തീ വെച്ചിട്ട് അവനെ മേലേക്ക് പറിച്ചു. ടോം ആൻഡ് ജെറിയാ? അവനെ കൊല്ലാണ്ടിരിക്കാൻ ജീവിച്ചു പോട്ടെ ചേച്ചി മിസൈലിൽ കെട്ടി അവനെ പറത്തി വിടുന്നു. നീ ഇപ്പൊ തന്നെ മിലിറ്ററി ചേർന്നതാണ് എന്റെ ആഗ്രഹം. എനിക്ക് വേറൊരാളാ വേണം.
വേറെ ആരാണ്? വേറെ ഏത് മമ്മൂട്ടി. actor ആണ്? ഷാരൂഖ് ഖാൻ. ഷാറുഖ് ഖാൻ. ഷാറുഖ് ഖാനെ പോലെ ഒരു ആക്ഷൻ കാണിച്ച് ഇങ്ങനെ കണ്ണട വെച്ചിട്ട് ഒന്ന് ഷാറുഖ് ഖാനെ പോലെ അഭിനയിച്ച്. ഷാറുഖ് ഖാന്റെ ഒരു ഡയലോഗ് പറ. ഡയലോഗാ ആ. ഇത് ആൾക്കാർ സുരേഷ് ഗോപി സുരേഷ് ഗോപിനെ കാണിച്ചോ? ഓക്കെ. നീ പോടാ പുല്ലേ. ആരെയാ ഓ ദിവ്യനോടാണ് പറഞ്ഞത്, ദിവ്യ ചേച്ചിനോടാ പറഞ്ഞത്. അല്ല, ക്യാമറ നോക്കിയാ പറഞ്ഞത്. ഇത് ക്യാമറ നോക്കിയല്ല, സതീഷ്. നിന്റെ ഗേൾ ഫ്രണ്ട് എത്തിയോ? എനിക്ക് പ്രണീതയുടെ മണം വരുന്നു. പ്രണീതയുടെ മണം. മണത്തോക്കി മണത്തോക്കി. പ്രണീത, പ്രണീത ഇങ്ങ് വരൂ. അതെ, ഞങ്ങൾക്കൊരു ഡൗട്ട്. ഇവൻ പറയുന്നു നീ ഗേൾ ഫ്രണ്ട് ആന്ന്. മിണ്ടരുത്, വായ പൊത്തിപ്പിടിച്ച കുളിഞ്ഞൻ. മിണ്ടരുത് മിണ്ടരുത് മിണ്ടരുത്. പ്രണീത കുളിഞ്ഞൻ എന്നെ കൊല്ലൂ നീ. പ്രണീതയാണോ? എന്റെ ഒന്നും മിണ്ടാതെ. പ്രണീത ഒരു കാര്യം, ഇങ്ങോട്ട് വരും. ഞാൻ ഇവന്റെ ഒരു അവസ്ഥ ഒന്ന് കണ്ടിട്ടാണ്. പ്രണീത, ഇവൻ പറയാ നീ അവന്റെ ഗേൾ ഫ്രണ്ട് ആന്ന്. ശരി തന്നെയാ, പക്ഷെ എപ്പോഴും എന്നെ ഉമ്മച്ചോട് നടക്കുന്നതാണ്. ഞാൻ എങ്ങനെ സഹിക്കും? അപ്പൊ നമ്മളൊക്കെ ആരായി? ശശി കുമാറ. അപ്പൊ നിങ്ങളുടെ അച്ഛനും അമ്മ ഇത് അറിയാൻ ഉദ്ദേശിക്കുന്നത് പ്രേമാണ്. സതീശേട്ടനൊരു പുല്ലാണ്. സതീശേട്ടനെ കുറിച്ചല്ല. സതീശേട്ടനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാവൂല. ഓ, നീ സീക്രട്ട് ആയിട്ട് വെക്കാൻ പറഞ്ഞ എന്റെ അടുത്ത് പറഞ്ഞു. ഞാനും ബുദ്ധിമുട്ട് ഒരു സ്കിറ്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇങ്ങനെ വായ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിങ്ങൾ ഇവരെ വെച്ചൊരു സ്കിറ്റ് ചെയ്തൂടെ മനുഷ്യ? നിങ്ങക്ക് അവർക്ക് അങ്ങനെ അത്ര നേരമെങ്കിലും ഒരുമിച്ചിരുന്നൂടെ ഇവർക്ക്? അതെ, കുരുവികളെ പിരിക്കാനായിട്ട്. എന്താണ് തേജസ്സിൽ ഇത്ര ഇഷ്ടപ്പെടാൻ? നീ കണ്ണാടി വെച്ച് നിക്കി നോക്കട്ടെ, അവളൊന്നും സംസാരിക്കും. നീ ഇങ്ങനെ ഗംഭീരത്തോടെ നിക്കണം, ഒന്ന് സ്റ്റൈലായിട്ട് നിക്കി. കപാലി കാലം എവിടെ കയറ്റി വെച്ചെന്നു? തേജസ്സിൽ എന്താണ് നിനക്ക് ഇത്രയും ഇഷ്ടപ്പെട്ടത്? അത് ഇങ്ങനെ കുറുമ്പാട്ടണ പോലെ. ഞാൻ സ്കൂളിൽ കുറുമ്പാട്ടും. പിന്നെ രണ്ടാമത്തേത് ലുക്ക് ഉണ്ടോ? കാണാൻ കൊള്ളാവോ? തേജസിന്റെ മൂക്ക് ഇഷ്ടമാണോ? ഇഷ്ടാണ്. എനിക്ക് വയ്യ. ഇത് ഞാൻ മൂക്ക് എനിക്ക് ഇഷ്ടമാണ്. പോ ശ്വേത ചേച്ചി, ശ്വേത ചേച്ചിയുടെ അടുത്ത് പോയി മൊട്ടേന്ന് വിരിഞ്ഞിട്ടില്ല. ഒരു കാര്യം ചോദിക്കട്ടെ, എപ്പോഴാണ് ഈ പ്രേമം തുടങ്ങിയത്? ഇവിടെ വന്നപ്പോഴേ അങ്ങനെയാണ്. അതെയോ? എന്താ പറഞ്ഞേ? തേജസ് എന്താ പറഞ്ഞേ? അന്ന് പിന്നെ വേറെ എന്റെ ഫ്രണ്ടും ഉണ്ട്. ഒരു ദിവസം ഇങ്ങനെ ലവ് ആണെന്നൊക്കെ പറഞ്ഞു. ലവ് ആണെന്നൊക്കെ പറഞ്ഞു തേജു. വീട്ടിൽ പറയരുതേ. ഈശ്വര, അച്ഛമ്മ അച്ഛച്ച ഇതെല്ലാം കാണുന്നുണ്ടോ? കാണുന്നുണ്ടോ? പിന്നെ വന്നപ്പോ പറഞ്ഞാ മനസ്സിലാവും. ഒരു ദിവസം എല്ലാവർക്കും പോവും. ഇങ്ങനെ എനിക്ക് ഇഷ്ടമുള്ള ആൾക്കാരൊക്കെ പൂ തന്നപ്പോ അവനെന്റെ ഇവിടെ ഉമ്മ വെച്ചു. കയ്യിൽ ഉമ്മ വെച്ചാ? നീ എനിക്ക് ഉമ്മ കണ്ട, എനിക്ക് തരുന്നില്ല. അപ്പൊ പിന്നെ മുത്തിന് മാത്രമേ കൊടുക്കൂ. ഇറ്റ്സ് ഓക്കേ. പ്രണീത ഇങ്ങോട്ട് വരൂ. എങ്കിൽ പോയിട്ട് ഒരു നല്ലൊരു റൊമാൻറ്റിക് സോങ് പെർഫോം ചെയ്യും. അതെ, ഞങ്ങളൊരു പാട്ട് ഇട്ടുതരാം. നിങ്ങളുടെ ഫീലിങ്സ്. എടാ നിങ്ങൾ ഈ രണ്ട് ഇണക്കുരുവികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരു അടിപൊളി പാട്ടിടാൻ പോവാണ്. ഇത് നീ കണ്ണാടി വെച്ചോ, മൈക്ക്. അപ്പൊ ഞാൻ പോട്ടെ? ഞാൻ നിക്കണോ പോണോ? നിക്കണം. ഞാൻ എന്റെ റോൾ എന്താ ഇവിടെ? നിങ്ങൾ ഡാൻസ് ചെയ്യുമ്പോ ഞാൻ എന്ത് ചെയ്യണം? ആ പഞ്ഞെടുത്ത് മുഖത്ത് വെച്ചോളാം അപ്പുറത്ത്. ഓക്കെ, അപ്പൊ പാട്ട് പ്ലീസ് ഡാൻസ് ചെയ്തോ. പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത് കണ്ണനം തെന്നി തെന്നി തേടി വന്നൊരു മാർഗഴിക്കാറ്റ്. എടാ ഇവനെയും കൂടെ കൊണ്ടോ? കൈ
പൂമരക്കൊമ്പിൻ ചാരത്ത് പൂമണം വീശും നേരത്ത് തന്നനം തെന്നി തെന്നി തേടി വന്നൊരു വൈകിളിക്കാറ്റ് പൂമരക്കൊമ്പിൻ ചാരത്ത്. ഇത് തേജസ് നീ മുഴുവൻ എന്നെ ഇത് നോക്കിയിട്ടാണ് കുഴപ്പമില്ല, ഇത് സേഫ് ആണ്. ഈ പ്രണയത്തിന് ഒരു അതെ. ഇത് അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കണൂടെ ഇല്ല. എന്നെ നോക്കിയിട്ടാ ഇതെല്ലാം ചെയ്ത്. ആ എന്തോ അതെ പ്രണീത, അപ്പൊ നിന്റെ ഇനിയിപ്പൊന്നും പറയാനല്ലോ നിനക്ക്? അത് ഞാൻ അങ്ങോട്ടില്ല. ഭക്ഷണം ഇഷ്ടപ്പെട്ടില്ല പറഞ്ഞിട്ട് ഹോട്ടലിൽ പോയപ്പോ ഐസ്ക്രീമിന്റെ പെട്ടി ഫ്രണ്ടില് ഇങ്ങനെ വെള്ളം ഉണ്ടാവും, അതിൽ തേജസ് ഹാർട്ട് വരച്ചു. ഞാൻ അങ്ങോട്ട് ഹാർട്ട് വരച്ചു കൊടുത്തു. നീ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? തിരിഞ്ഞ് നടക്ക, അങ്ങോട്ടേക്ക് നടക്ക്. പ്ലീസ് ഗെറ്റ് ഔട്ട് ഹൗസ്. നീ പതുക്കെ തന്നാ മതി കേട്ടോ. കണ്ണാടി. ഞാനൊരു കാര്യം ചെയ്യാം, ഇതിനൊക്കെ ഉത്തരവാദികൾ എനിക്ക് തോന്നുന്നു ഇവരുടെ പേരൻസും ഈ അച്ചാച്ചനും അമ്മാമ്മയൊക്കെയാണ്. സോ ഇനി ഒരു ചെറിയ പണി അവർക്ക് കൊടുത്തുകൊണ്ടാകാം നമുക്ക് അവരെ കൊടുക്കരുത്. അമ്മയ്ക്ക് അച്ഛനും നടുവേനെ അച്ഛന്റെ എന്താന്നറിയോ, പണ്ട് അച്ഛൻ ജീപ്പില് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോ ബസ് വന്ന് ഇടിച്ച്. ബാക്കിലിടിച്ചാ? അല്ല, ബാക്കിലല്ല, ഫ്രണ്ടിൽ. ഫ്രണ്ടിൽ ബസ് ഇടിച്ചാ? അപ്പൊ ചളങ്ങി അച്ഛനെ നടുവേനെ കാലൊടിഞ്ഞു. ഓ മൈ ഗോഡ്, അപ്പൊ സീരിയസ് ആക്സിഡന്റ് ആണ്. അപ്പൊ ഒരു ഡാൻസ് ചെയ്യിപ്പിക്കാലോ നമുക്ക് അച്ഛമ്മയും അച്ഛച്ചന്റെ അടുത്തും. അല്ലേ ഡാൻസ് ചെയ്യിപ്പിക്കാം. അപ്പൊ വിളിച്ചു കൊണ്ടുവാ. വയ്യെങ്കി വേണ്ട, വയ്യെങ്കി വേണ്ട. മനസ്സിലാവൂലേ? സോറി ട്ടോ, ഞാൻ അറിഞ്ഞില്ല വയ്യാന്ന്. വേണമെങ്കിൽ അച്ഛമ്മ മാത്രം കളിച്ചാൽ മതി. അങ്കിളും ഞാൻ ഇവിടെ ഇരിക്കാൻ പോവാണ്, നിങ്ങൾ രണ്ടും ഡാൻസ്. എന്റെ അമ്മച്ചി. ഈ അച്ഛമ്മനെ കാണുമ്പോ ഒരു ജനാർദ്ദൻ അങ്കിളുടെ ഒരു ഛായ അല്ലേ? ആരത്? ജനാർദ്ദൻ അങ്കിൾ ആരാ? എന്റെ ജനാർദ്ദൻ അങ്കിളാ. ആരാ ജനാർദ്ദൻ അങ്കിൾ? ആരാ? അച്ഛമ്മയുടെ കൊച്ചച്ഛൻ. അതെയാ? ശരിക്കും ആണോ? കൊച്ചച്ഛനാണോ? ആണ്. തേജസ് കണ്ടിട്ടുണ്ടോ? തങ്കപ്പനല്ലടാ, പൊന്നപ്പൻ. അതാണോ കവി ഉദ്ദേശിച്ചത്? അവൻ ഇവിടെ നിക്ക്. തേജസ് പറയോ ആ ഡയലോഗ്? ജനാർദ്ദൻ അങ്കിളുടെ ഏതെങ്കിലും ഒരു ഡയലോഗ് പറയൂ. പൊന്നപ്പനല്ലടാ, തങ്കപ്പൻ. കണ്ടിട്ടുണ്ടോ തേജസ്? കണ്ടിട്ടുണ്ടോ അങ്കിളിനെ? ജനാർദ്ദൻ അങ്കിൾ ആണോ? കണ്ടിട്ടുണ്ട്, തല്ലിട്ടുണ്ട്. അപ്പൊ ഇനി ഒന്നും നോക്കണ്ട, നിങ്ങളുടെ ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അങ്കിളിന് ഡാൻസ് ചെയ്യാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ അങ്കിള് ഞാനിവിടെ ഇരിക്കുന്നതായിരിക്കും. പിന്നെന്താ ചെയ്യാൻ പോണേ? ഒരു മിനിറ്റ്, ലെറ്റ് ഹിം സിറ്റ് ഫസ്റ്റ്. എടാ നീ ഒന്ന് വെറുതെ വിട്, ഇങ്ങനെ ഉപദ്രവിക്കല്ലേ, പാവം അങ്കിളിന് വയ്യ. നീ ആ ഗ്ലാസ് എടുത്ത് കബാലി പോലെ ഇവിടെ ഇരിക്കണം. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. അപ്പോ ജനാർദ്ദൻ അങ്കിളുടെ ഫാമിലിയാണ് നമ്മൾ വൈകിയാണ് അറിഞ്ഞത്. അതിന്റെ കലാപരമായ എല്ലാ ഒരു സംഭവം ഇവർക്കുണ്ട്. സോ ഡെഫിനറ്റ്ലി തേജസിനെ ഉറക്കുമ്പോ പാടുന്ന ഒരു പാട്ടാണ്. ഇനി അച്ഛമ്മ നിന്നെ ഉറക്കുമ്പോ പാടുന്ന പാട്ടാന്ന് എന്റെ അടുത്ത് പറഞ്ഞത്. നിന്നെ ഉറക്കുമ്പോ പാട്ട് പാടില്ലേ? പാടി. കൊക്ക മണ്ടി കോനനിറച്ചി ആരിക്കു വേണം? കോതയ്ക്കു വേണം. കോതയെ ചാടി പിടിച്ചിട്ട് ആരാനും ഉണ്ടെങ്കിൽ വീരാ പേരു പറയാമോ? ഞമ്മന്റെ ബാപ്പ അപ്പല സക്ക്, ഞമ്മന്റെ ബാപ്പ അപ്പല സക്ക്, തോളി ആനപ്പുറം പോലെ ഇരിക്കണ ബാപ്പന്റെ തോളി തുള്ളിക്കളി ചങ്ങിയിരിക്കുമ്പോ ഞമ്മക്ക് കാണാ. സോ ക്യൂട്ട്. നാണം ഉള്ളതേ ഇങ്ങനെ. അപ്പൊ ഇല്ലായിരുന്നെങ്കിൽ മതിയാ മതിയാ മതി മതി. എല്ലാവരും ക്ലാപ്പ് ചെയ്യൂ. സത്യം പറയണോ, തേജസ് എവിടെ നിന്നാണ് ഈ കുറുമ്പ് കിട്ടിയെന്ന് എനിക്ക് ഫീൽ ചെയ്തു. ആ പാട്ടിലുണ്ടായിരുന്നു തേജസിന്റെ എവിടെയുള്ളത്? വേറെ ഷാർജ. തേജസിന്റെ അച്ഛന്റെ പേര് രാകേഷ്. ഓക്കെ. അമ്മയുടെ പേര് തുഷാര. അവരെന്താ ചെയ്യുന്നത്?
രാകേഷ് ഒരു ബാങ്കിൽ വർക്ക് ചെയ്യണു. ഓക്കെ. അവന്റെ അമ്മ ഒരു ബ്യൂട്ടീഷ്യനാണ്, ദുബായിൽ വർക്ക് ചെയ്യുന്നു. സോ തേജസ്, താങ്ക് യു സോ മച്ച് ഡാ. ഒരു അടിപൊളി, ബിക്കോസ് നീ അടിപൊളിയായിട്ട് പെർഫോം ചെയ്തു. എല്ലാരും നല്ലൊരു കൈയടി. സൂപ്പർ. ഇനിയും ഗിഫ്റ്റുകൾ തരുന്ന ഒരു സെക്ഷൻ ഉണ്ടല്ലോ. സോ ഗിഫ്റ്റുകൾ പോരട്ടെ. ഇതെന്താ നോക്കി വായിച്ചു നോക്കി. പപ്പായി ഐസ്ക്രീം നിങ്ങൾക്കുള്ളതല്ലത്, ഇത് ഇവനുള്ളതാണ്. പപ്പായി ഐസ്ക്രീം ആണ് തേജസിന്റെ ഇന്നത്തെ ഗിഫ്റ്റ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. തുറന്നു നോക്കാം. വാവ്, പപ്പായി ഐസ്ക്രീം തന്നിരിക്കുന്നത് ബോർബോൺ വാനില ഐസ്ക്രീം. താങ്ക് യു. ബോർബോൺ വാനില ആണ്. അപ്പൊ അത് അപ്പാപ്പൻ കയ്യിൽ സൂക്ഷിച്ചു വെക്കൂ. ഐസ്ക്രീം. അടുത്ത ഗിഫ്റ്റ്. താങ്ക് യു പറഞ്ഞേ. താങ്ക് യു. എല്ലാരും ക്ലാപ്പ് ചെയ്യൂ. അയ്യോടാ, പപ്പായി ഐസ്ക്രീമിന്റെ ഒരു സ്റ്റഫ് ടോയ്, ഒരു ടെഡി ബെയർ. ഇനി നിനക്ക് കെട്ടിപ്പിടിച്ച് ഉറങ്ങി ഇതിന്റെ കൂടെ ഉറങ്ങാം. ഓക്കെ. സോ ഗേൾസ്, താങ്ക് യു സോ മച്ച്. ബൈ ബൈ. സോ ഈ ക്രിസ്മസ് ദിനത്തിൽ നമ്മുടെ തേജസും ഫാമിലിയാണ് ഇന്ന് ചാറ്റിൽ വന്നത്. താങ്ക് യു സോ മച്ച് ആൻഡ് ബൈ തേജസ്. ചേച്ചി ഇവരോട് എന്തെങ്കിലും? തേജസ്, ബൈ. സേ ബൈ. ലവ് യു. ദിവ്യ ചേച്ചി, മേരി ക്രിസ്മസ്. ദിവ്യ ചേച്ചി, മേരി ക്രിസ്മസ്. അമ്മോടും അച്ഛനോടും അന്വേഷണം പറയണം കേട്ടോ. മേരി ക്രിസ്മസ്. ബൈ പറഞ്ഞേ. ബൈ. സീ യു. താങ്ക് യു. കാട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. എന്തൊരു നല്ല എന്താ അല്ല, ഒരു സർപ്രൈസ് തരുന്നത് ഞാൻ കണ്ടു സ്റ്റാർട്ടിങ്ങിൽ. അപ്പോ വെറുതെ കളിയാക്കാണോ അല്ലാതെ എന്തെങ്കിലും ഉണ്ടോ? ഞാനാ കളിയാക്കലോ? എക്സ്ക്യൂസ് മീ, ഞാനൊരു അടിപൊളി കേക്ക് മിക്സർ ആണ്. ഓക്കെ, കേക്ക് മിക്സർ. എവിടെ? ഏത് അടുപ്പിലാ വെച്ച്? പ്ലീസ് ടെൽ ഹർ. ഏത് അടുപ്പിലാ വെച്ച്? അടുപ്പെന്ന് വെച്ചാൽ നമ്മൾ ആ ചിമ്മിണി അതിലല്ലേ വെക്കുന്നത്. കേക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്നാ ഞാൻ തരില്ല. പ്ലീസ് കം ടു ദ സ്റ്റേജ്. ആ തൊപ്പിയൊക്കെ എടുത്ത് വരൂ. നിങ്ങളെ കൊണ്ട് ഞാൻ തൊപ്പിയിട്ടു. അപ്പൊ എല്ലാരും സെറ്റ് അല്ലേ? പക്ഷെ നമ്മുടെ മെയിൻ ആൾക്കാർ വന്നിട്ടില്ല. ഇന്നത്തെ എപ്പിസോഡ് എങ്ങനെ ഉണ്ടായിരുന്നു? ഐ മീൻ, ഐ വാണ്ട് ആസ്ക് യു, ഞങ്ങളുടെ വീട്ടിലേക്ക് വന്ന് എത്തി നോക്കിയപ്പോൾ ഉള്ള എക്സ്പീരിയൻസ്. ഞങ്ങളുടെ കട്ടുറുമ്പുകൾ എങ്ങനെയുണ്ട്? കട്ടുറുമ്പുകൾ സൂപ്പറാണ്. നിങ്ങൾ ആവശ്യമുള്ള കുരുത്തക്കേടുകളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പേളിയോട് നല്ല ഗുരുവാണ്. ശ്വേത ചേച്ചി പിന്നെ പാവം. പക്ഷെ പേളി ഞാനൊന്നും പഠിപ്പിച്ച് കൊടുത്തിട്ടില്ലേ. ആക്ച്വലി ഞാൻ കേക്ക് ഉണ്ടാക്കാനാണ് പഠിപ്പിച്ചത്. അതെന്തായാലും കൊണ്ടുവരാം. എന്താ പറയാ? കുരുത്തക്കേട് അൺലിമിറ്റഡ്. കുരുത്തക്കേട് സ്വയംഭൂ. അയ്യോ, എന്റെ ദൈവമേ. കുട്ടികളെ വാ ഇങ്ങോട്ടേക്ക്. കട്ടുറുമ്പുകളെ കടലാക്രമണം. വരൂ വരൂ വരൂ. കേക്ക് വേണ്ട എല്ലാവർക്കും? എല്ലാരുടെ തലയിൽ നോക്കിയേ കുഞ്ഞു കുഞ്ഞു സാന്റക്ലോസ് വന്ന പോലെ ഉണ്ടല്ലോ. സോ സ്വീറ്റ്. ഇനി ഞാൻ എന്താ എടുക്കാൻ പോകുന്നത്? ഈ കേക്ക് ആരാ ഉണ്ടാക്കിയേ? ഓക്കെ ഓക്കെ. ഇത് ഈ കേക്ക് ആർക്ക് വേണ്ടിയാ ഉണ്ടാക്കിയത്? അത് നിങ്ങൾ എന്താ ചെയ്. ഇത് എന്റെ കേക്ക് ആണെന്നുള്ളതാണ് എനിക്ക് ഇവിടെ വരുത്തി തീർക്കേണ്ടത്. എല്ലാരും അങ്ങോട്ട് നോക്ക്. ഓക്കെ, അപ്പൊ ഒരു ഇന്റർനാഷണൽ ലെവലിലുള്ള കേക്കാണ് പേളി ചേച്ചി നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്നത് മക്കളെ. അപ്പൊ ഈ കേക്ക് ഞാൻ എടുത്തിട്ട് വരാം. മൈക്ക് പിടിച്ചോ. എനിക്ക് തരൂ. മൈക്ക് പിടിച്ചോ. മൈക്ക് പിടിക്കുന്നത്. ഓക്കെ, എല്ലാരും പ്രാർത്ഥിക്കൂ. കേക്ക് നന്നായിട്ട് വരണേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചോ. എല്ലാരും 1 2 3 പറ. 3. അയ്യോ, ഹാപ്പി ക്രിസ്മസ് കട്ടുറുമ്പ്. ഞാൻ അങ്ങോട്ട് വരാം. നീ ഇപ്പൊ തുടര്. Jingle bells, jingle bells, jingle all the way. Oh, what fun it is to ride in a one-horse open sleigh. സോ ഞാനിത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ കേക്കാ. ഓക്കെ, അപ്പൊ ഇത് മുറിച്ചാലോ? ഇത് പേളി ചേച്ചി ഉണ്ടാക്കിയേ, അപ്പുറത്തെ കടയിൽ നിന്ന് വാങ്ങിച്ചത്. അതെ അതെ അതെ. കൊച്ചുങ്ങൾ ഒരു തവണയെങ്കിലും സത്യം പറയട്ടെ പേളി. എല്ലാവരും ഞാൻ പറയുന്ന അത് ഞാൻ മരുന്ന് വാങ്ങിക്കാൻ പോയതാണ്. അത് മരുന്ന് വാങ്ങിച്ചിട്ട് വരികയാണ്. അതെ ചേച്ചി, അവര് സത്യം പറയട്ടെ ചേച്ചി. ഓ പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് കണ്ടില്ലേ, കട്ടുറുമ്പിന്റെ സ്പെല്ലിംഗ് തെറ്റാണ്. ഞാനാണ് എഴുതിയത്. ഞാനല്ലേ തെറ്റി എഴുതത്തുള്ളൂ കട്ടുറുമ്പിന്റെ സ്പെല്ലിംഗ്.
അപ്പൊ നിങ്ങൾക്ക് സത്യം മനസ്സിലായല്ലോ. ഓക്കെ പ്രേക്ഷകരെ, ഞാനല്ല ഇത് ഉണ്ടാക്കിയത്, മറ്റേ കേക്ക് കരിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് എന്റെ പൈസ വെച്ച് വാങ്ങിച്ച കേക്കാണ്. അപ്പൊ എന്തായാലും കേക്ക് കിട്ടിയാ പോരെ. അപ്പം ചേച്ചി, ദിവ്യ, രണ്ടുപേരും ദിവ്യ ചേച്ചി. കുട്ടികൾ മാറും. We wish you a Merry Christmas. We wish you a Merry Christmas. We wish you a Merry Christmas and a Happy New Year. Good tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. Oh, bring us something important. Oh, bring us something important. Oh, bring us something important and bring it right here. Good tidings we bring to you and your kin. We wish you a Merry Christmas and a Happy New Year. We won't know until we get some. We won't know until we get some. We won't know until we get some. So bring it right here. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. നമ്മുടെ പപ്പായി കട്ടുറുമ്പ് കുരുത്തക്കേട് അൺലിമിറ്റഡ്. അയ്യോ, അതിവിടെ നമ്മൾ കേക്ക് കൊണ്ട് തുലാഭാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്മസ് എന്ന് വെച്ചാൽ ഇങ്ങനെ ആയിരിക്കണം. കുട്ടികൾക്ക് നല്ല കേക്ക് ഉണ്ടാക്കി കൊടുക്കണം, കരിഞ്ഞു പോയാൽ കടന്ന് വാങ്ങിച്ചു കൊടുക്കണം. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. എല്ലാവരും ഒരു ഹാപ്പി ക്രിസ്മസ് പറഞ്ഞേ. ഹാപ്പി ക്രിസ്മസ്. വി ലവ് യു. ബൈ ചേച്ചി, ബൈ. ആ മത്തങ്ങ കവളും ചളിങ്ങിയ മൂക്കും പിന്നെ ആമവാദം പിടിച്ചമാര് തോളും തൂക്കിയിട്ടുള്ള നടപ്പം കണ്ട പെമ്പിള്ളേര് പ്ലെയിനിൽ കയറി വരും അങ്ങ് ഈജിപ്തിന്ന്. എന്റെ കിന്ന ആ മൂക്കൊന്ന് പൊത്തിപ്പിടി. ഏതെങ്കിലും പെമ്പിള്ളേര് നോക്കിക്കൊണ്ടാ മൂത്തേക്ക്. പൊന്നാമ്പൽ പുഴയിറമ്പിൽ നമ്മൾ അന്നാദ്യം കണ്ടതോർമ്മയില്ലേ? 1 2 3. അമ്മ ലാലി ലാലി ലേ ലാലി ലാലി ലേലോ. ഇതൊന്നും മനസ്സിലല്ലേ? എനിക്ക് വീണ്ടും എങ്ങനെ വലുതായത്? അത് ഞാൻ ചോറ് കഴിച്ച് വലുതായത്. ചോറ് കളിക്കുമ്പോ പെട്ടെന്ന് വലുതാവത്തില്ലല്ലോ. ഇച്ചിരി അറിവൂടി വന്നാലേ വലുതാവത്തുള്ളല്ലോ. ആരോടും പറയരുതീ പ്രേമത്തിൻ ജീവരഹസ്യം. Gift sponsored by Otago Boys Shirts, Darby Kids Wear, Kennedy Tex World Kolanjeri, Prince Pattupavada Market Road, Ernakulam.